ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എനിക്കറിയാം എല്ലാ ടോക്കും കഴിഞ്ഞ് ടയേർഡായിരിക്കുന്ന സമയത്ത് ഇനിയും കൂടുതൽ കഥകൾ പറഞ്ഞ് കൂടുതൽ ക്വസ്റ്റ്യൻസും ഡൈലമാസും ഒന്നും ഉണ്ടാക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. താങ്ക്സ് ഫോർ ദ ടോക്ക് മാഡം. ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ. കാര്യം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് പോലും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വരുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ദർ ഈസ് എ സ്പേസ് ഫോർ എവറി വൺ, അത് മാഡം പറഞ്ഞു. നമ്മൾ ഡോക്ടർ പേഷ്യൻ്റ് എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇടപഴകുന്ന സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് ആ ഒരു ടച്ച്, ആ കമ്പാഷൻ്റെ ഇന്നലെ അഞ്ജലി ചേച്ചി പറഞ്ഞിട്ടുണ്ടായി രാത്രി സംസാരിച്ചപ്പോൾ. ഇന്നലെ 10 വരെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ചേച്ചി രാജഗോപാൽ സാർ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സംടൈംസ് ആ ഒരൊറ്റ ടച്ച് മതി, ദാറ്റ് മീൻസ് എ ലോട്ട് എന്ന് രാജഗോപാൽ സാർ പറയുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എവരിബഡി ഹാവ് ദെയർ ഓൺ സ്റ്റോറീസ്. ഇപ്പോൾ അനുമടത്തിനെ കുറിച്ച് സാറ് പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ആ യൂട്യൂബിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഓരോരോ സ്പേസ് ഉണ്ട്. ഒരു ചെറിയ സാധനം ഞാൻ ചെയ്തത് ഞാൻ പറയാം. ഞാനതൊരു വലിയ സംഭവമായിട്ടൊന്നുമല്ല പറയുന്നത്. ഓൺലി എനിക്ക് തോന്നുന്നു, ഐ ഡോണ്ട് നോ വെദർ ഇത് വാക്കോട് എടുക്കണം എന്നില്ല, കമ്പാഷൻ ഈസ് കണ്ടേജിയസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എവിടേക്കോ ഈ ഒരു സ്പിരിറ്റ് കിട്ടും എന്നുള്ളൊരിത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഫോൾ പ്രിവെൻഷൻ സ്റ്റഡിയിലായിരുന്നു ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈതന്യക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജില്ലാ ആശുപത്രിയിലായിരുന്നു. അവിടെ NCD ക്ലിനിക്കിൽ മാസത്തിലൊരിക്കൽ മരുന്ന് വാങ്ങാൻ വരുന്ന വയോജനങ്ങളിലാണ് വീഴ്ച പ്രതിരോധ വ്യായാമം നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അത് സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു RCT സ്റ്റഡി ആയിരുന്നു അത്. ആ സ്റ്റഡിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അതിന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു തീം ഇങ്ങനെയാണ് പോകുന്നത്. അതായത് രാവിലെ മാസത്തിൽ 2 തവണ അവർ വരണം. ആക്ച്വലി ഒരിക്കൽ മാത്രം വന്നാൽ മതി അവർ. NCD ക്ലിനിക്കിൽ മാസത്തിലൊരിക്കൽ മരുന്ന് കിട്ടും. പക്ഷേ ഈ പ്രൊജക്റ്റിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാർ 2 തവണ വരണം മാസത്തിൽ. 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അവർക്ക് എക്സസൈസ് കൊടുക്കും. അതിനുശേഷം RMO വരും. RMO വന്നതിന് ശേഷം അവരുടെ NCD പ്രിസ്ക്രിപ്ഷൻ അവിടുന്ന് കൊടുക്കും 1 മന്തിലേക്കുള്ള. അപ്പോൾ അവർ FBS-ഉം HbA1c-യും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഡയറ്റീഷ്യൻ വരും, ഡയറ്റിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കും. അതിനുശേഷം ഫാർമസിയിൽ നിന്ന് മെഡിസിൻ അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. അവർ ജില്ലാ ആശുപത്രിയിൽ വന്നിട്ട് മരുന്ന് വാങ്ങാൻ ക്യൂ നിൽക്കണ്ട. അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇതാണ്. ഈ ഒരു സ്റ്റഡിയിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കണ്ട. രണ്ടാമതായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കണ്ട, OP എടുക്കാൻ ക്യൂ നിൽക്കണ്ട. എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് ദേ ആർ എൻറോൾഡ് ഇൻ ദിസ് സ്റ്റഡി. അവർക്ക് ഈ ഒരു അഡ്വാൻറ്റേജാണ് ഉള്ളത്. അവർ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് മാസത്തിലൊരിക്കൽ വരുന്നതിന് പകരം 2 തവണ വരണം. അപ്പോൾ നമുക്ക് ഏതാണ്ട് 100ഓളം പേഷ്യൻസിന് നമ്മൾ എൻറോൾ ചെയ്തു. ബൈ ദ 4th മന്ത് ഞാൻ ആ പ്രൊജക്റ്റിൽ വന്നു. ഒരു ദിവസം ഡയറ്റീഷ്യൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറ്റീഷ്യൻ ന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏജിങ്ങിന് കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവരുടെ ഫോൾ റിസ്ക് കൂട്ടും. കാൽഷ്യം ഇല്ലെങ്കിൽ അവരുടെ ഫ്രാക്ചറിനൊക്കെ ഉള്ള ഇത് സാധ്യത കൂടുതലാണെന്നുള്ള ക്ലാസ് എടുക്കണം. എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അവിടെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാഗി കഴിക്കണം, കപ്പലണ്ടി കഴിക്കണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ള ഒരു അമ്മ, പുള്ളിക്കാരത്തി ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഈ ഡയറ്റീഷ്യൻ്റെ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ അമ്മയുടെ അടുത്ത് കാഷ്വൽ ടോക്സ് എപ്പോഴും സാറ് പറയാറുണ്ട്. സാർ ഇന്ന് രാവിലെ പറഞ്ഞു കഥകളായിട്ട് ഞാൻ പോവാറുണ്ടെന്ന്. ഐ ലൈക്ക് സ്റ്റോറീസ് ഓഫ് പീപ്പിൾ. എപ്പോഴും അങ്ങ് അത് പ്രോബ് ചെയ്യുന്ന ഒരാളാണ്. ഓൺലി ഫോർ വേറെ ഒന്നിനല്ല, അത് ഭയങ്കര എൻറിച്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മാരീഡ് അല്ല, 70+ ആണ്. അമ്മക്കൊരു അനിയത്തിയുണ്ട്, ബെഡ് റിഡൺ ആണ്. അമ്മ കെയർ ഗിവർ ആണ്. അലോങ് വിത്ത് ദറ്റ് ഷീ ഈസ് ഓൾസോ വർക്കിംഗ്. ഒരു കാഷ്യൂനട്ട് ഫാക്ടറിയിൽ ഒരു ചാക്ക് കാഷ്യൂ പൊളിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ക്വാളിറ്റിക്ക് അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 300 രൂപ കിട്ടും. അപ്പോൾ ഒരു ചാക്ക് കാഷ്യൂനട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ 1.5 ദിവസം എടുക്കും. സോ 1.5 ദിവസം അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ 300 രൂപ കിട്ടും അവർക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആൻഡ് ദിസ് ഈസ് ദ 4th മന്ത് ഓഫ് ദി സ്റ്റഡി. ഞാൻ ചോദിച്ചു, ഡയറ്റീഷ്യൻ ഇത്രയും കാലം ഡയറ്റീഷ്യൻ്റെ ക്ലാസ് ഇങ്ങനെ തുരതുര കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ ഈ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റാറുണ്ടോ? അപ്പം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വരുമാനത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ പൊതുവെ അങ്ങനെ പോകാൻ പറ്റാറില്ല,
കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ഇപ്പം കുറവാണ്, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ആകെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനം മാത്രമേ ഉള്ളൂ ഇൻകമായിട്ട്, ആകെ വാർദ്ധക്യ പെൻഷനുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ ഇടയിൽ ഈ കാഷ്യൂനട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഈ റാഗി, കാൽഷ്യം സാധനത്തിനൊന്നുള്ള എൻ്റെ പൈസ എൻ്റെ കയ്യിലില്ല എന്ന് മാഡം പറഞ്ഞു, അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ അതവിടെ വിട്ടു. കുറച്ച് കാലം കഴിഞ്ഞ് അമ്മ റെഗുലറായിട്ട് വരാതിരിക്കാൻ തുടങ്ങി. അതായത് 2 ആഴ്ചയിലൊരിക്കൽ വരണമല്ലോ. അപ്പോൾ ഒരു ദിവസം രാവിലെ 10 മണി സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോനെ ഒരു സഹായം ചെയ്യുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഇത്രയും കാലം വരാൻ, ഇടയ്ക്ക് കുറച്ച് കാണാതിരുന്നല്ലോ. പറഞ്ഞു, കശുവണ്ടി ഫാക്ടറിയിൽ തിരികെ ജോലി കിട്ടി, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാണ്, എനിക്ക് സമയമില്ല, എനിക്ക് മരുന്നൊന്ന് കുറിച്ചെടുത്ത് തരാമോ? അതായത് ഈ പ്രോസസ്സ് ഫുള്ള് ബൈപ്പാസ് ചെയ്യണം. ആദ്യം എക്സസൈസ് കഴിഞ്ഞ് RMOൻ്റെ വിസിറ്റ് കഴിഞ്ഞ് ഡയറ്റീഷ്യൻ്റെ ക്ലാസ്സും കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് മെഡിസിൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. പക്ഷേ ഐ നോ ഹെർ സ്റ്റോറി, നൺ ഓഫ് മൈ കൊളീഗ്സ് നോ. ഇത് പേഴ്സണലായിട്ട് അവരെന്നോട് പറഞ്ഞ കഥയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അവരുടെ OP ടിക്കറ്റ് എടുത്തു, ഞാനത് പുതിയ ഡേറ്റ് അടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ ഫാർമസി കൊണ്ടുപോയി. ഷീ കെയിം ബൈ 9:30 കേട്ടോ. എല്ലാവരും എത്തുന്നത് 10 മണിക്കാണ്. എല്ലാവരും വരുന്നതിന് മുമ്പ് അവരുടെ മെഡിസിൻ മാത്രം 1 മന്തിലേക്കുള്ള മെഡിസിൻ, NCD മെഡിസിൻ അങ്ങനെയാണ് ഡിസ്പെൻസ് ചെയ്യൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ. അപ്പോൾ അവരാ മെഡിസിൻ കൊണ്ടുപോയി. ഞാനീ ചെയ്തത് ശരിയാണോ, കാര്യമില്ല, എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ബട്ട് ഞാനിവിടെ ബോട്ടം ലൈൻ പറയുന്നത്, വി ഹാവ് അവർ ഓൺ റോൾ ടു പ്ലേ, എവറിബഡി ഹാവ്. ഒരു പ്രൊജക്ട് സ്റ്റാഫായിട്ടുള്ള ഞാൻ ചെയ്ത കാര്യമാണത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ബട്ട് നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ ആസ് ഐ ബിഗാൻ, കണ്ടേജിയസ് ആണ്. കമ്പാഷൻ ഈസ് കണ്ടേജിയസ്. താങ്ക് യു. ഇത്രയല്ല കഥകൾ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ ഇടയിലുള്ള ആൾക്കാരിൽ, നമ്മളിൽ ഒക്കെ തന്നെ ഇതിന് അധികം ഒരുപാട് കഥകളുണ്ട്. നമ്മളൊരു നല്ലൊരു പ്രൊഫഷനിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. എനിക്ക് ഇനിയും പഠിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ മിക്കവാറും MBBS ഒന്നുകൂടെ എടുക്കും. എന്തിന്, വലിയ ഡോക്ടർ ആവാനല്ല, ഞാൻ വലിയ ഡോക്ടറല്ല, ഞാൻ വളരെ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് എപ്പോഴും. പക്ഷെ ഞാൻ വീണ്ടും ആ വിഷയം തന്നെ എടുത്ത് പഠിക്കും. എനിക്കത്രയും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണിത്. ഈ ഫീൽഡിൽ പക്ഷേ നമുക്ക് ചില കാര്യങ്ങളിൽ ഇനിയും മെച്ചപ്പെടാൻ പറ്റും. എവിടെയോ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ആ കാർട്ടീഷ്യൻ ഡ്യുവലിസം തിയറി ഞാൻ കുറച്ച് പറഞ്ഞു, പിന്നെ എൻ്റെ സ്റ്റുഡൻസും കുറച്ച് തിയറി പറഞ്ഞു. കാർട്ടീഷ്യൻ ഡ്യുവലിസം എന്താണെന്ന്, എംബോഡിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ക്വാളിറ്റി ഓഫ് വെൽബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. പേഴ്സൺ സെൻട്രിക് അപ്രോച്ച് എങ്ങനെയാണ്, പുട്ടിങ് ദ പേഴ്സൺ ബാക്ക് ഇൻ ടു ഇറ്റ്. അതിനകത്ത് കാൾ റോജേഴ്സിൻ്റെ ഹ്യൂമനിസം, എക്സിസ്റ്റൻഷ്യലിസം, ഫിനോമിനോളജി പറഞ്ഞു. ആൻഡ് ദെൻ ഐ എം നോട്ട് ലിസ്റ്റിംഗ് ഓൾ ദ തിയറീസ്, പ്രീനു ഓൾസോ. ദെൻ അർഷ ടോക്ട് അബൌട്ട് സഫറിങ്, ആൻഡ് സഫറിങ്ങിൻ്റെ ആ ഒരു പല ലേയേഴ്സ്, നമ്മുടെ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്ട്രക്ചറൽ, പല വിധത്തിലുള്ള സഫറിങ് എന്താണെന്നും. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ, സഫറിങ് ഈസ് നോട്ട് ഒരു ഫ്യൂട്ടൈൽ അല്ല. സഫറിങ്ങിനൊരു മീനിങ് കണ്ടെത്തി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മീനിങ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതിനൊരു വലിയ റിലീഫാവും. വിക്ടർ ഫ്രാങ്കലിൻ്റെ ആ എക്സാമ്പിൾ പറഞ്ഞതുപോലെ അതിനുള്ള ചുമതല എനിക്ക് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടായി. എന്തെല്ലാം ഓഡ്സാണ് സമൂഹം അവരുടെ എതിരെ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഓഡ്സ് അതിജീവിച്ചാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് പേഷ്യൻസും ഇതുപോലെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് അവിടെ. ഈ അതിജീവിക്കുന്ന ആൾക്കാർ അവരുടെ CD4 കൗണ്ടോ അല്ലെങ്കിൽ മറ്റേ HbA1cയോ അല്ലെങ്കിൽ വിഷ്വൽ അക്യൂട്ടിയോ അല്ലെങ്കിൽ സിസ്റ്റോളിക് ഡയസ് അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ദ പേഴ്സൺ വിത്തിൻ ഹൂം ദിസ് ഇസ് എംബോഡീഡ് തിരിച്ചറിയാനുള്ള ആവശ്യകത വേണം. പുതിയ കാര്യമൊന്നുമല്ല ഇത്. ഫിനോമിനോളജിക്കൽ മെഡിസിൻ ഒരു ബ്രാഞ്ച് ഉണ്ട്, നോട്ട് വെരി പോപ്പുലർ ബട്ട് ഇറ്റ് ഈസ് ദെയർ ഇൻ സെവറൽ യൂണിവേഴ്സിറ്റീസ്. NHS, considered one of the best health systems in the world, the National Health Service of the United Kingdom, person-centric, patient-centric ആയിട്ട് മാറുന്നതിന് വേണ്ടി ഒരുപാട് എഫേർട്സ് ചെയ്യുന്നുണ്ട്. I think we also need to, and I think Jubilee has done a wonderful job in starting those conversations. There have been bits of conversations happening here and there. അപ്പോൾ ഇത് ഞാനും ജോബിൻസും യാദൃശ്ചികമായിട്ട് സംസാരിച്ചത് ഇവിടം വരെ എത്തി എന്നുള്ളത്. ഞങ്ങളിവിടെ നിർത്താനും ഉദ്ദേശിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇനി ഒരു ദിവസം വരികയാണെങ്കിൽ അനു വരണം,
അനുവിൻ്റെ കഥകൾ ഷെയർ ചെയ്യണം. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അതിലൊക്കെ. ഓക്കെ, അതുപോലെ വേറെ ആൾക്കാരുണ്ട്. ബഷീറിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഷീബ ചേച്ചിക്ക് ഇഷ്ടം പോലെ കഥകളുണ്ടാവും. ഇനിയും നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതുപോലെ പേഷ്യൻസും സർവൈവേഴ്സും ഈ സമൂഹത്തിൽ ഈ കൂട്ടിച്ചേർക്കുന്ന പ്രീനു പറഞ്ഞ സോഷ്യൽ കോമ്പാക്ട്, തിരിച്ച് ഞാൻ തിയറിയിലേക്കൊന്ന് ഇഷ്ടം പോലെ കോമ്പാക്ട്സ് ഇതുപോലെയുണ്ട്. എല്ലാം ഒരു പ്രൊഫഷണൽ നൽകേണ്ട ആവശ്യമില്ല. അതാത് സോഷ്യൽ കോമ്പാക്റ്റ് ഇന്ന് ഫ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വീണ്ടും ഇത് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ക്യാൻ ബി എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. ഇപ്പോൾ ഒരു ക്ലോസിങ് കമൻസിന് ജോബിൻസ്.